നവകേരള സദസ്സിനായി ഉപയോഗിച്ച വാഹനങ്ങളുടെ കാര്യത്തിലും ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ. വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രത്യേകം സമാഹരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ കണക്കുകളും ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ കോടികൾ ചെലവഴിച്ചാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുമ്പോഴായിരുന്നു ഇത്രയും വലിയ ധൂർത്ത്. എന്നാൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 90% പരാതികളായി തന്നെ അവശേഷിക്കുന്നു. ഇപ്പോഴും നവകേരള സദസ്സിനായി എത്ര തുക ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പോലും സർക്കാർ പുറത്തുവിടുന്നില്ല. ഇതിനിടെയാണ് ഉപയോഗിച്ച വാഹനങ്ങളുടെ കണക്കുകൾ തേടി നിയമസഭയിൽ ചോദ്യമെത്തിയത്. നവകേരള സദസ്സ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹന ഉപയോഗത്തിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു ചോദ്യം. വിവരങ്ങൾ സമാഹരിച്ചിട്ടില്ലെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി ഇതിന് നൽകിയത്. 1.5 കോടി രൂപയ്ക്കടുത്ത് വില വരുന്ന ബസ്സിലായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സഞ്ചാരം. ചെലവ് ചുരുക്കാനാണ് എല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നതെന്ന മറുപടിയാണ് ഇതിന് മുഖ്യമന്ത്രി നൽകിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനങ്ങൾ ബസ്സിന് പിന്നിലായി സഞ്ചരിച്ചിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും കൂടി ചേർത്താൽ 100-നടുത്ത് വാഹനങ്ങളാണ് ബസ്സിന് അകമ്പടി സേവിച്ചത്. കണക്കുകൾ നൽകിയാൽ ഇത് പുറത്തുവരുമെന്ന ആശങ്കയാണ് നിലവിലെ ഒളിച്ചുകളിക്ക് പിന്നിൽ. നിയമസഭയിലെ ചോദ്യത്തിലും നവകേരള സദസ്സിന്റെ ചിലവിനെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.